എന്താ ഡോളി, എന്താ പറ്റി? എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്താ പപ്പു, എന്ത് പറ്റി? ഡോളി ആകെ കരച്ചിലോട് കരച്ചില്. എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ഡോക്ടർ ചിട്ടി, പ്ലീസ് ഒന്ന് ഇവിടെ വരെ വന്ന് അതിന്റെ വായ ഒന്ന് അടപ്പിച്ചു താ. മിസ്റ്റർ പപ്പു, ഡോളിയുടെ വായിൽ നിന്ന് റബ്ബർ ഊരി നീ കളിച്ചുകൊണ്ടിരുന്ന ഡോളി കരയാതെ പിന്നെ ചിരിച്ചുകൊണ്ടിരിക്കോ? മിസ്റ്റർ പപ്പു, വരൂ ഡോക്ടർ ചിട്ടി, നമുക്ക് പോയി ഡോളിയെ പരിശോധിക്കാം. ചേച്ചി, എന്റെ ആ കയറൊന്ന് എടുത്തു തരാമോ? അയ്യോ ഡോക്ടർ, എത്ര തവണ പറഞ്ഞിരിക്കുന്നു, ഇത് കയറല്ല, സ്റ്റെതസ്കോപ്പ് ആണ്. എനിക്കതെല്ലാം അറിയാം. നിങ്ങൾക്കറിയാമോ അറിയില്ലെന്ന് ടെസ്റ്റ് ചെയ്തല്ലേ? ഡോളിക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഉറപ്പായും പിസയും ബർഗറും എല്ലാം വാങ്ങുമെന്ന് തോന്നുന്നു. ഡോളുകുട്ടി, ഇന്നലെ രാത്രി എന്താ കഴിച്ചേ? ഇന്നലെ വൈകുന്നേരം പിസയും ബർഗറും എല്ലാം അടിപൊളി പാർട്ടിയായിരുന്നു. ഇനി തൊട്ട് ഈ പിസയും ബർഗറും ഒന്നും കഴിക്കാൻ പാടില്ല കേട്ടോ ഡോളി. ഇതാ ഈ മരുന്ന് കഴിക്കൂ, ഡോളിക്ക് വേഗം ശരിയായിക്കോളും. അയ്യോ ടെഡി, നിനക്കെന്താ 102 ഡിഗ്രി പനി കാണിക്കുന്നുണ്ടല്ലോ? പേടിക്കണ്ട, ആ കാണിക്കൂ. ഈ മരുന്ന് കഴിച്ചാ എല്ലാതും ശരിയാവും കേട്ടോ. വാവ് പപ്പു, നിന്നെ എന്തായാലും ഞാൻ എന്റെ സർക്കസിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചിന്തിച്ചിട്ടൊന്ന് പറയാം കേട്ടോ. ഡോക്ടർ ചിട്ടി, ഡോളി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നിർത്തുന്നില്ല. ഒന്ന് വന്ന് നോക്കാമോ? പക്ഷേ വരൂ ഡോക്ടർ ചിട്ടി, നമുക്ക് എന്താണെന്ന് പോയി നോക്കാം. ഇത് കഴിച്ചാൽ ഉടനെ ശരിയാവും കേട്ടോ. അയ്യോ കൺമണി ചേച്ചി, നമ്മുടെ സ്റ്റെതസ്കോപ്പ് ഡോളിയുടെ വീട്ടിൽ വെച്ച് മറന്നു വെച്ചെന്നാ തോന്നുന്നേ. വരൂ ഡോക്ടർ, നമുക്ക് പോയി എടുത്തിട്ട് വരാം. ഡോക്ടർ പറഞ്ഞ മരുന്ന് അതുപോലെ തന്നെ ഞാൻ കുടിച്ചില്ലേ, പിന്നെ എന്തിനാ കരയുന്നേ? പിന്നെ എങ്ങനെ ശരിയാവും? ഡോളിക്ക് കൊടുത്ത മരുന്ന് നീയാണോ കുടിച്ചത്? അതെ, നീ തന്നെയല്ലേ പറഞ്ഞേ. ഞാനിപ്പോ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഈ മരുന്ന് കഴിച്ചാൽ ഡോളിക്ക് വേഗം ശരിയാകും. ഇതാ ഈ മരുന്ന് കഴിച്ചോ, ഡോളിക്ക് വേഗം ശരിയാകും. ഈ മരുന്ന് കുടിച്ചിട്ട് എന്താ ഇപ്പോഴും ഡോളിക്ക് ശരിയാവാത്തേ? പിന്നെ ഈ മരുന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു, അതറിയോ? ഡോക്ടർ ചിട്ടി, എനിക്ക് ആ മരുന്ന് കുറച്ചും കൂടി തരാമോ? കണ്ടോ ചിട്ടി, എന്ത് കാര്യമായാലും വ്യക്തമായി തന്നെ പറയണം. അതും ഈ പപ്പുവിനെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ വളരെ വ്യക്തമായി പറയണം. ഇല്ലെങ്കിലേ ഇങ്ങനെ തന്നെ ചെയ്യൂ, മനസ്സിലായോ? മനസ്സിലായി കൺമണി ചേച്ചി. ഇപ്പൊ കണ്ടോ, ഈ മരുന്ന് ഡോളി കുടിച്ചാ ഡോളിക്ക് വേഗം ഭേദാവും. നോക്കിക്കോ. പപ്പു, മറ്റുള്ളവർക്ക് കൊടുത്ത മരുന്ന് വളരെ ടേസ്റ്റ് ആണെങ്കിലും നമ്മളതെടുത്ത് കുടിക്കാൻ പാടില്ല, മനസ്സിലായോ? ഇപ്പൊ നിനക്ക് നന്നായി മനസ്സിലായില്ലേ? അങ്ങനെ കഴിച്ചാ നമുക്ക് തന്നെ പ്രശ്നം.